അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഒരു ഒരാളെ കൊണ്ടുവരാൻ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ആരാണെന്നുള്ളത് വെച്ചാൽ നമ്മളെ വരയിൽ കുറേ കാലം മുന്നേ ഉണ്ടായിരുന്നു. കുറേ കാലമല്ല, ഇതിന് മുന്നേ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പോൾ ദുബായിൽ ഇന്ന് 2 കൊല്ലം ഇപ്പോൾ വരാൻ പോവുകയാണ്. അപ്പോൾ അപ്പോൾ നമുക്കിനി കൊണ്ടുപോകാൻ പോകുന്ന വിശേഷങ്ങളും എയർപോർട്ടിലെ കാര്യങ്ങളും കുറച്ച് ചിരിക്കാൻ ഒരുപാടുണ്ടാവും. ഓക്കെ, നേരെ എയർപോർട്ടിലേക്കല്ലണം. എയർപോർട്ടിലേക്ക് ഫാമിലി പോലൊക്കെ വരും. നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് അവിടുന്ന് പോകണം. നമ്മളിപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്. ഓട്ടോറിക്ഷയല്ല, ബസ്സിനാണ് പോണത്. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നേരെ ഓട്ടോറിക്ഷയിൽ എയർപോർട്ടിൽ പോകും. പോസ്റ്റ് 1/2 മണിക്കൂർ പോസ്റ്റാക്കി തന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണ്, രസം. ഇവിടെ ഒരു മരത്തിന്റെ ചോട്ടിലാണ് നിൽക്കണത്. കുറച്ച് വെക്കിക്കണു, ശകലം വെക്കിയാറ. എയർപോർട്ടൊക്കെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളുള്ളത് ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിലാണുള്ളത്. നമ്മൾ വന്നിട്ട് ഇപ്പോൾ കുറച്ച് വൈകിട്ടുണ്ട്. അപ്പം നമുക്ക് ഓന അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഓൻ്റെതൊക്കെ ഒന്ന് പോയി വെക്കാം. ഓക്കെ, വെൽക്കം അബീബി. എന്തൊക്കെ എടുക്കണ വന്ന ഇവരും എടുക്കണ പറഞ്ഞു. 10 രൂപ മുന്നേ പൊതുട്ടെ നാളത്തെ ഇറങ്ങി. നമ്മള് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിയോണ്ട് ഓനെ അറിഞ്ഞു വരുന്ന വീഡിയോ കിട്ടിയില്ല. അപ്പോൾ നമുക്ക് വരുന്നത് ഒന്നുകൂടി എടുക്കാം. ഓക്കെ, യജാതി ഒറിജിനൽ കറക്റ്റ് വരുന്ന മാരുണ്ട്. ഓനെങ്ങനെയാ വരത്തില്ലേ, നമുക്ക് പെട്ടിയിട്ട് പോവാം. പെട്ടി നമുക്ക് ഇതിന്റെ ഡ്രൈവർ ഇതെങ്ങനെയാ ഓടിച്ചാലോ അല്ലേ, ലൈസൻസ് അങ്ങനെ കൊടുത്തര. നമുക്കിനി സ്വത്തുനെ എങ്ങനെ പറഞ്ഞേക്കണം. അന്റെ പൈസ ഒന്നും ഉണ്ടാവില്ല. ഇത് പറയില്ല, ഇതില്ല കേട്ടോ, നമ്പർ പ്ലേറ്റ് ഒന്നും ഇല്ല. തുറക്കാൻ പറ. പിന്നെ എഡിറ്റ് ചെയ്ത് റെഡി ആയിക്കോളാം. അതല്ല, ആ പെട്ടി കൊണ്ട് പെട്ടി വരപ്പാ കൂടി. ഇല്ലേ, ഇതിലൊന്നുമില്ലാന്നോ? എന്താ പിന്നെ ഇത് കൊള്ളൂല. അടിപൊളി. സീറ്റ് കുറച്ച് പൊന്തിച്ചിട്ട് നോക്ക്. സീറ്റ് ഇനി പൊന്തിച്ചാൻ പറ്റുമോ? സീറ്റ് കുറച്ച് ഈ സാധനം എടുക്കുക. ആദ്യം ഇതൊക്കെ എടുത്ത് ഒഴിവാക്ക്. ആ സീറ്റിനൊന്ന് പുഷ് ചെയ്ത. ഇതിന് നിനക്ക് ഏത് ഭാഗത്ത വണ്ണം കമ്മി നോക്കട്ടെ. അതല്ല തോന്നുന്നുണ്ട്. പെട്ടി സെറ്റ് ആയിക്കണോ? അത് വടി വടി ഇങ്ങനെ നിക്കണില്ലെങ്കിൽ ഒരു കോല് കുത്തി വെച്ചിട്ട് നിർത്തുക ഡിക്കി. കണ്ടീഷൻ ഒത്തു ഈ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യൂ. ഹായ് വിമാനം. ഹായ് വിമാനം. ഇതെങ്ങനെയുണ്ട്? കന്നഡ എത്ര കന്നഡ ഇട്ടിക്കൊണ്ട് ബസ് തന്നെ കേട്ടോ.
4 കണ്ണട കിട്ടിക്കൊണ്ട് അവിടുത്തെ പൂരത്തിന് വാങ്ങിയാന്നാ പറഞ്ഞു. കുറെ എണ്ണം ഉണ്ട്, എല്ലാരും ഉണ്ട്. കണ്ണുമണി കണ്ണടകളൊക്കെ ഇട്ട് ഇത് പൂരപ്പറമ്പ് അവിടുന്ന് വാങ്ങിക്കോളൂ. കുറെ എണ്ണം ഉണ്ട്. ഇനി അധികാണ് ഇപ്പൊ. ഞാൻ ഇടാത്തപ്പോ അത് വേണ്ട. ഇങ്ങനെ വെക്ക ഒരേ ഗൾഫിൽ നിന്ന് കണ്ണട ആണോ? വരൂ വരൂ. എന്നിട്ട് എന്താണ് മകൻ വന്നതിന് പറയാനുള്ളത്? സന്തോഷമുണ്ട്. സന്തോഷം. കാത്തിരുന്ന സന്തോഷല്ലേ. അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ പറയൂ, മകൻ വന്നതിന് എന്താ പറയാനുള്ളത്? മകൻ വന്നതിന് എന്താ ഉള്ളത്? മകൻ വന്നതിന് സന്തോഷം തന്നെയാണ്. മകന്റെ കല്യാണമാണ് 13-ാം തീയതി. എല്ലാരും വരിക എന്നുള്ളത് ഞാൻ ക്ഷണിക്കണില്ല യൂട്യൂബിൽ കൂടെ. എന്തായാലും വെറുതെ പറയണാണ്. നിങ്ങൾ എല്ലാവരുടെയും ആശംസകൾ മാത്രം ഉണ്ടാവുക. പറയൂ, അടുത്താണ് പറഞ്ഞത് എന്താണ് ജേട്ടൻ വന്നു എന്നുള്ളതിന് പറയാനുള്ളത്? So excited, I'm so happy. ഇംഗ്ലീഷ് പറഞ്ഞ് മടുത്തു ആക്ച്വലി. അത് മതി, അത് മതി. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? വളരെ നല്ല സന്തോഷമുണ്ട് ഇവിടെ എത്തിയാല്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഒന്നാലും കണ്ണടക്കാൻ പറ്റില്ലെന്നോ? അല്ല, കണ്ണോട്ടന്മാരെ മാതിരി ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന മാതിരി. അത് പുതിയ ബോസാണെന്ന് പറയുന്നത്. ഇത് ഫുള്ള് യൂട്യൂബ് നമ്മൾ ഒഴിവാക്കിയ കാര്യം. പോസ്റ്റൊക്കെ എനിക്ക് ഏതാലേ കുഞ്ഞോളം നോക്കാൻ പറഞ്ഞു എല്ലാരും. വയറുള്ള കൂടി അതെപ്പുറത്ത് കണ്ണടച്ചിട്ട് രജനീകാന്ത് കണ്ണട വേണ്ടേ? ഈ കണ്ണട എല്ലാവർക്കും കണ്ണോട്ടന്മാരാ. കുഞ്ഞോട് കണ്ണടക്കാത്തോണ്ട് കണ്ണട മോഡലാണ്. ഒക്കെ ഇടും, എല്ലാരും ഇടും. കുഞ്ഞോളൂന്ന് എഴുതുള്ളൂ. ഇത് നിക്കണോ ക്യാമറാമാൻ അല്ല, ക്യാമറാമാൻ കോളിങ്ങിലാണ്. അവിടെ പോസ്റ്റിങ് നിക്കണുണ്ട്. ദുബായിന്ന് വന്ന ആളാ ഫോട്ടോ എടുക്കാൻ നിർത്തിക്ക. ഇവര് വന്ന് ഫോട്ടോ എടുക്ക. എന്താലേ ക്യാമറാമാനായിട്ട് ദുബായിന്ന് വരുത്തിയതാണ്. ഓക്കെ ഓക്കെ റെഡ് ഐസാപ്പൻ ചിമ്പടിക്ക റെഡ്. കുഞ്ഞൊന്ന് ശരിയാക്കി. ക്യാമറ എങ്ങനെ പിടിച്ചാ പറ്റില്ല? ഇത് കുറച്ച് ബാക്കിക്കണേ. വീര എടുക്കും അതേമാതിരി. വീര
കിടില അല്ലേ? ലൈക്കല്ലേ ലൈക്കല്ലേ? നിങ്ങള് വരി ഏ നിങ്ങള് വരി ഞാനെടുക്കുക. ക്യാമറമാനെ എടുക്കണം എന്നാ പോവാ നീ. നിക്കേ ഏ ഫോട്ടോസ്റ്റ് അല്ല. എന്നാ എടുത്തോ. ഇന്റെ എടുക്കട്ടെ. എങ്ങനെയുണ്ട്? മതി. ഫോട്ടോ തരൂല. പിന്നെ എന്തിനാ അത്? ഇപ്പൊ നമ്മള് SM സ്ട്രീറ്റിലേക്ക് വന്നിക്കാണ്. ഗൾഫ് നാട്ട് നേരെ സാധനങ്ങൾ വാങ്ങാനേ SM സ്ട്രീറ്റിലേക്ക് വന്നിക്കാണ്. നമ്മളെ നാട്ടിൽ തന്നെ വരണം ലാസ്റ്റ് സാധനങ്ങൾ എടുക്കാം. സാധനം എടുക്കാനാട്ടോ. ഉമ്മാക്ക ചെരുപ്പ് എടുക്കാനാണ്. ചെരുപ്പ് വാങ്ങിയില്ലേ? ചെരുപ്പ് വാങ്ങിണ്ടായിരുന്നു. ചെരുപ്പ് എടുത്തോ. ആ ചെരുപ്പ് രസമല്ല. അപ്പൊ അവൾക്ക് വേറെന്തോ വാങ്ങാനാണ് പ്ലാന്. നടന്നു പോവാ. ഇതെടുത്തോ. പൈസ തന്നെ കൊടുത്താ മതി. എടുത്തോ. ഇതിന്റെ ഇത് പഞ്ചറായാലും സീനില്ല. അറിയില്ല. ആ ഇല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ ഓക്കെ അവള് മാറ്റി വെച്ചോണ്ടോ. അവള് ഇനി അടുത്ത ആഴ്ച വരുമ്പോ എടുക്കാന്. അതൊന്നും വേണ്ട. അത് തിന്നാൻ പറ്റില്ല. അതൊക്കെ ഇടാൻ പറ്റില്ല. തിരക്കുണ്ടോ ഇവിടെ? തിരക്കുണ്ടോ? ഭയങ്കര തിരക്കാണ്. ചൂടുണ്ടോ ഇവിടെ? ചൂട് അൺസഹിക്കബിൾ. ആ നമ്മള് പർച്ചേസ് കഴിഞ്ഞു. ഒരു ബെഡ്ഷീറ്റ് എടുക്കാൻ പോകുന്നതാണ്. 5 മണിക്കൂറായി. 4 ബെഡ്ഷീറ്റ് എടുത്തപ്പോ. കട്ടിലാകെ 2 ഉള്ളൂ. ഇതോക്കൂ. കട്ടിലാകെ 2 ഉള്ളൂ. 4 ബെഡ്ഷീറ്റ് എടുത്തുക്കണു. ഇനിയില്ല. ഷർട്ടമ്മ എടുക്കാൻ പോവാണ്. ഇതൊരു മോഡലേന്ന് കോട്ടരമെന്നല്ല, മോഡലാണ്. ഏത് അതാ പറയണ അവിടെയാണ്. ഇവൾക്ക് സ്കൂബിയുടെ ഒരു ബാഗും ഒരു വാട്ടർ ബോട്ടിലും എന്തെങ്കിലും വേറെന്താണ്ട് അവിടെ അല്ല. വേറെന്തേലും വാങ്ങാം. സ്കൂബിയുടെ വേണ്ട. അടുത്ത കടയിലേക്ക്. മോതിരം ഇഷ്ടംമാരുണ്ട് ഇവിടെ. മോതിരം 5 റുപ്യ 10 റുപ്യ അങ്ങനത്തെ ഉണ്ട്. എങ്ങനെ പറയൂ? മേലത്തെ ഓർഡറുണ്ട്. അതിലാണ് കറക്റ്റ്. അല്ല കറക്റ്റ് സമയം എന്തായി? 6:20 6:25 അടിയിൽ 10:10 ആണ്. മറ്റേ അന്ന് 10:10 ആക്കണ അറിയോ? അത് ഗാന്ധിജി മരിച്ച സമയമാണ്. ഗാന്ധിജി മരിച്ച സമയമാണ് ഈ 10:10. അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ 10:10 കൊടുക്കണം. ഗാന്ധിജിയുടെ ഒരു അനുസ്മരണത്തോടനുബന്ധിച്ചാണ് നമ്മൾ ആ സമയം അങ്ങനെ കൊടുക്കണം. എല്ലാവരും മാത്രങ്ങളെ വരിക. എന്താണ് നമ്മള് SM സ്ട്രീറ്റിലുള്ള പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ നമ്മളെ SM സ്ട്രീറ്റിലുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കണു. നമ്മളിനി നേരെ എന്നെ ഇവിടെ ഇറക്കിയിട്ട് വലിയ നേരെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ പോയി. ആ പോയി.